ഹായ് ഡിയേഴ്സ്. അങ്ങനെ നിന്ന് മഴയൊക്കെ പെയ്ത് തുറന്ന് നല്ലൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. മോൾക്ക് സ്കൂളും ഇല്ല, എനിക്ക് ഡ്യൂട്ടിയും ഇല്ല. അപ്പോൾ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോയാലോന്ന്. മുമ്പ് ഞങ്ങൾ ഇടയ്ക്കിടെ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് എന്തോ അതങ്ങോട്ട് സാധിക്കാറില്ല. അപ്പം ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. തളി അമ്പലത്തിലാണ് കേട്ടോ പോണത്. ഇവിടുത്തെ ഫേമസ് ആണല്ലോ, കോഴിക്കോട് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ പാളയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ ഈ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഇവിടെ എത്തുമ്പോൾ ഒരു തമിഴ്നാട് ടച്ച് തോന്നാറുണ്ട്. ഇപ്പൊ കണ്ട അമ്പലമില്ലേ, അത് കാണുമ്പോഴും പിന്നെ ഈ വഴിയിൽ കുറച്ച് കച്ചവടക്കാരൊക്കെ ആയിട്ട് ഒരു തമിഴ്നാട് കൾച്ചറാണ് കേട്ടോ ഓർമ്മ വരാറ്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലെത്തി. ഞാനും മോളും ഹസ്ബൻഡ് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ കാരണം കുറച്ചൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി. നമുക്ക് അകത്തോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ വെച്ച് നമ്മുടെ പറക്കുന്നളിയിലൊക്കെ നിത്യദാസ് ഇല്ലേ, ആ നടിയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഒന്നും നമ്മൾ എടുത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ തൊഴുതു. കണ്ടോ, മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ചു നേരമൊക്കെ നിന്നു, തൊഴുതിറങ്ങി, പ്രസാദമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മോക്കാണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അവിടെ കളിക്കണം. അപ്പുറത്ത് പോയിരുന്ന് അവിടെ നമ്മുടെ കുളമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന്. സാധാരണ നമ്മൾ ഈ മണ്ഡപത്തിലേക്ക് അങ്ങനെ വരാറില്ല, പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ട് അവിടെ വന്ന് നിന്നു. മീനുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ മോളുടെ പണി അവിടെ വന്നിട്ട്. സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇരിക്കാറ് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ ഈ ആൽത്തറയുടെ അടിയിൽ വന്നിരുന്ന നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടും. അവിടെയാണ് ഇരിക്കാറ്. ഇപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ഇരുന്നൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു മിക്സി നേരാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരാക്കിയതിന് ശേഷം നമ്മുടെ SM സ്ട്രീറ്റിന്റെ അതിലേ പോയി നേരെ ഫുഡ് കഴിക്കാന്ന് വെച്ചു. ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, ഇന്ന് എനിക്ക് റെസ്റ്റ് ഉള്ള ദിവസമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സോപാനം വെജ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ്. കാരണം ഫുഡ് ഭയങ്കര സൂപ്പറാണ്, നമ്മളെ മടുപ്പിക്കില്ല. മോളാണ് കഴിക്കും. ടാഗോർ ഹോളിൻ്റെ അടുത്താണത്. പിന്നെ അവിടെ നമ്മൾ ഇവിടം വരെ വന്നിട്ട് ബീച്ചിനടുത്ത് വന്ന് ഒന്ന് ബീച്ചിലും കൂടി പോവാലോ. അപ്പം മഴ പെയ്ത് കിടന്ന് നല്ല കടലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ മോളുമായിട്ട് കളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു.